ഹലോ ഗൈസ്, കണ്ട എൻ്റെ മുട്ടത്തല എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഞാനൊരു കാര്യം പറയാൻ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ 2020-22 സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ടൈമിലേ എൻ്റെ കൂടെ ഒരു ഷിയ പയ്യനുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പഴയ കാലഘട്ടമൊക്കെ ഒന്ന് ഓർമ്മിക്കാനുള്ള ടൈമുണ്ടല്ലോ. അങ്ങനെ ഞാൻ അന്ന് വാക്സിൻ എടുക്കുന്ന ടൈമാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് ഓടിപ്പിടച്ച് കഷ്ടപ്പെട്ടിടുന്നു വാക്സിൻ എടുക്കുക. നമുക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല, തിരിച്ചു വരാൻ പറ്റില്ല, അവിടെ പോകാൻ പറ്റില്ല, എയർപോർട്ടിൽ ചെക്കിങ്, അവിടെ ചെക്കിങ്, അങ്ങനെ ചെക്കിങ് അല്ലേ. അപ്പോൾ ഇവന് ഒരു കൂസലുമില്ല. ആശാൻ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ആ ടൈമിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യണം. ഒരു 3 ദിവസത്തിൽ ഒരിക്കലായിട്ടോ 3 ദിവസത്തിന് മുന്നേ ആയിട്ടോ എടുത്ത ഒരു ടെസ്റ്റ് മതി അന്ന് പോകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്താ എടുക്കാത്തത്? ഞങ്ങൾ മൂന്ന് ഡോസ് വരെയൊക്കെ എടുത്തല്ലോ എല്ലാവരും. അപ്പോൾ അവൻ എടുക്കുന്നില്ല. അവൻ പറഞ്ഞു, ഞങ്ങളുടെ ഇതിൽ എടുക്കേണ്ടെന്നാണ് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഇത് ഒരുപാട് വേറെ സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണ്, ഇത് അമേരിക്കയും അവരുമായിട്ടുള്ളൊരു കളിയാണ്, ഇത് എടുക്കാൻ പാടില്ല, നമ്മുടെ ശരീരത്തിന് ദോഷമാണ്, പ്രശ്നമാണ്, നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അപ്പോൾ ഈ പുള്ളി ഇത് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ഇപ്പോൾ പറയുന്നത്, അന്നത്തെ കാലഘട്ടമല്ലേ, നമുക്ക് അറിയില്ലല്ലോ. അവ എടുത്തിട്ടില്ല, അവ ഇന്ന് വരെ എടുത്തിട്ടില്ല. അവരുടെ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഇതിലുള്ള ആരും എടുത്തിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരെ എന്തുമാത്രം അവർക്ക് ശത്രുത ഉണ്ടാവും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 13 ഫാമിലി, ഈ പറയുന്ന വേൾഡിനെ കൺട്രോൾ ചെയ്യുന്ന ഈ ഫാമിലീസിന് അപ്പോൾ അവരുടെ അടുത്ത് എന്തുമാത്രം പ്രശ്നം ഉണ്ടാവും അല്ലേ? അത് എന്ത് കറക്റ്റാണ് ഇപ്പോൾ അത് എത്ര യാഥാർത്ഥ്യമായിട്ട് വന്നു. അവനും അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവും, പ്രശ്നമാണ്, എങ്ങനെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന്. അപ്പോൾ നമുക്കന്ന് ഇതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ലല്ലോ. നമ്മൾ ഏത് ലോകത്തായി ജീവിക്കുന്നത്? നമ്മളെന്താ ഈ കാണുന്നത്? ഈ മാർച്ചിൽ മാത്രം നമ്മൾ എന്തെല്ലാം കണ്ടു. വിൻ്റർ, പിന്നെ ചൂട്, ഇത് വെക്കേഷൻ, ഓൺലൈൻ ക്ലാസ്, ബോംബ്, അലർട്ട്, മിസൈല്, എന്നിട്ടും ഉണ്ട് ഇനി 2 ദിവസം. എന്താ അല്ലേ? ജീവിച്ചല്ലേ പറ്റൂ.